ഇസ്രയേലിന് നന്നായിട്ടറിയാം ഇറാന്റെ കൈകൊണ്ടായിരിക്കും ഇസ്രയേൽ ഈ ഭൂപടത്തു നിന്ന് തന്നെ ഇല്ലാതാകാൻ പോകുന്നത്. തെമ്മാടി രാജ്യത്തിനെ തച്ചുടയ്ക്കാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി വേണ്ട ഈ നശിച്ച രാജ്യമെന്ന് ഇറാൻ തീരുമാനിച്ചാൽ ചെയ്തു കൂട്ടാൻ ഒരുപാട് കണക്കുകൾ ബാക്കി വെച്ചിട്ട് തന്നെയാണ് മൊജ്തബ ഖമേനി ഇരിക്കുന്നത്. തെമ്മാടിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശവക്കുഴിയിലേക്ക് തള്ളിയിടാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മൊജ്തബ ഖമേനി ആ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളുടെ തലവന്മാരെ വിളിച്ചു ചേർത്ത് ശക്തമായിട്ടുള്ള നീക്കങ്ങൾക്ക് തുടക്കമിടാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഹമാസിനെയും ഹിസ്ബുള്ളയെയും കൃത്യമായി ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ ഇറാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കണം. ലെബനന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഹിസ്ബുള്ളയെയും അതുപോലെ ഹമാസിനെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഇറാൻ ഒരു സർജിക്കൽ അറ്റാക്കാണ് ഇനി അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നത്. ഗാസയിൽ നിന്നും ഇസ്രയേലിനെ തുരത്താൻ ഇതല്ലാതെ മറ്റ് വഴികളില്ല എന്ന് നന്നായി അറിയാം. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടത്തുന്ന മനുഷ്യക്കുരുതിക്ക് അളവില്ല. വംശഹത്യ നടത്തി ഒരാൾ പോലും ബാക്കിയില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ജൂതന്മാരുടെ ഈ തെമ്മാടിത്തരം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വീണ്ടും ഒരു ശ്രമവുമായി ഇറാൻ വരികയാണ്. ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയുണ്ട്, ഇറാനെ പിന്തുണയ്ക്കാൻ മറ്റ് GCC രാജ്യങ്ങളുണ്ട്. അവർ മനസ്സിലാക്കുന്നു യഥാർത്ഥ ശത്രുവാര്, യഥാർത്ഥ മിത്രമാര് എന്ന്. അമേരിക്ക പല കാരണങ്ങളാൽ പിൻവാങ്ങി തുടങ്ങിയിരിക്കുകയാണ് പല മേഖലകളിൽ നിന്ന്. കാരണം അവരുടെ സൈനിക ശക്തി കുറഞ്ഞു വരുന്നു, അവർക്ക് വലിയ രീതിയിലുള്ള ചിലവ് വർധനവുണ്ടാകുന്നു. ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് ഇനി എത്ര നാൾ കഴിയും? അപ്പോൾ ഇറാന്റെ ഈ ക്ഷമത അത് അവരെ വാനോളം പടർന്ന് പന്തലിക്കുന്നതിന് കാരണമാകുന്നു. മിഡിൽ ഈസ്റ്റിൽ അവരൊരു നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 2024 ശേഷം ഇറാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഓരോന്നായി നോക്കുക. അവിടെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിൽ ഇറാൻ മുട്ടുകുത്തുമെന്ന് കരുതി അമേരിക്കയ്ക്കും ഇസ്രയേലിനും കണക്കുകൾ പലതും തെറ്റി. ഭൂഗർഭ അറകളിൽ ഇറാന്റെ കയ്യിലുള്ളത് 1-2 മിസൈലല്ല, വിരലിലെണ്ണാവുന്ന മിസൈലുകളല്ല. അത് എത്രയാണ് എന്നതിന് കണക്ക് പോലുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതല്ല, ഇറാന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒടുങ്ങാത്ത സഖ്യവുമായി റഷ്യ വന്ന് വലിയ സഹായങ്ങൾ, അൺകണ്ടീഷണൽ സപ്പോർട്ട് നൽകുമ്പോൾ ഇറാൻ ഇനി എന്തിനെ ഭയക്കണം? ഇറാൻ എടുത്തിരിക്കുന്ന ഈ നിലപാടുണ്ടല്ലോ, അമേരിക്കയോട് യുദ്ധം ചെയ്യുന്ന നിലപാട്, മറ്റൊരു ലോകരാജ്യവും അമേരിക്കയോട് ഇതുപോലെ ഈ നൂറ്റാണ്ടിൽ നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യാൻ വലിയ തോതിൽ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ എന്ത് തകർച്ചയോ വന്നോട്ടെ, അമേരിക്കയുമായി ഈ ചതിയന്മാരോട്, ഈ നെറികെട്ടവന്മാരോട് നേരിട്ട് യുദ്ധം ചെയ്യാം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ആ മൊജ്തബ ഖമേനി എന്ന ധീരൻ തൻ്റെ പിതാവ് മരിച്ച പിറ്റേ ദിവസം മുതൽ ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നടത്തി വന്ന ഐതിഹാസിക പോരാട്ടമാണ് ഇന്ന് ഈ നിലയിൽ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം.